നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു കഥ പറയാൻ വന്നതാണ്. ഈ കഥയുടെ സന്ദർഭത്തിനോ കഥയിലെ കഥാപാത്രങ്ങൾക്കോ കേരളവുമായോ ഡൽഹിയുമായോ നമ്മുടെ നാടുമായോ ഒരു ബന്ധവുമില്ല എന്ന് മുന്നറിയിപ്പായി ആദ്യമായി അറിയിക്കുകയാണ്. പണ്ട് ഒരിടത്ത് കീരിക്കാട്ട് ചെല്ലപ്പൻപിള്ള എന്നൊരു ബാലെ നടൻ ഉണ്ടായിരുന്നു. മൂപ്പരുടെ ബാലെ കമ്പനിയുടെ മുതലാളി മൂപ്പര് തന്നെയായിരുന്നു. കമ്പനിയിൽ കിടിലൻ അഭിനേതാക്കൾ വേറെയും രണ്ടുപേരുണ്ടായിരുന്നു അത്രേ. അതിലൊരാളാണെങ്കിൽ തൊട്ടു മുമ്പത്തെ സീസണിൽ ഗംഭീര പ്രകടനവും നടത്തി. എന്നാൽ വിജയകരമായ സീസണിന് ശേഷം തന്നെ നായകനാക്കും എന്ന് വിചാരിച്ച് കാത്തിരുന്ന അയാളെ വരെ നിരാശനാക്കി ചെല്ലപ്പൻപിള്ള പറഞ്ഞു, ഞാൻ തന്നെ അടുത്ത ബാലയിലും നായകനാകും, ഞാൻ തന്നെ ശ്രീരാമൻ്റെ വേഷം കെട്ടും എന്ന്. പ്രതീക്ഷയോടെയായിരുന്നു ബാക്കിയുള്ളവർ കാത്തിരുന്നത്. സംഗതി മൂപ്പർക്ക് അങ്ങനെയൊരു മോഹമുണ്ട് എന്നത് നാട്ടിൽ പാട്ടായിരുന്നെങ്കിലും ബാലെ കമ്പനിക്ക് പണം ചാക്ക് കണക്കിന് കഷ്ടപ്പെട്ട് ചെലവാക്കുന്നത് മൂപ്പരാണെങ്കിലും ഇത്തവണ ചെല്ലപ്പൻപിള്ള നായകനാകാൻ വാശി പിടിക്കില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. നായകന് വല്ല മാറ്റമുണ്ടോ? നായകന് മാറ്റമൊന്നുമില്ല. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചു ചെല്ലപ്പൻപിള്ള ബാലെ കമ്പനിയെ വിജയിപ്പിച്ചയാളെ നായകനാക്കും എന്ന്. എന്നാൽ മൂപ്പര് പറഞ്ഞത് കേട്ട് കമ്പനി ഒന്നാകെ ഞെട്ടി, ഞാൻ തന്നെ ശ്രീരാമൻ നായകൻ എന്ന്. ഞാൻ തന്നെ ശ്രീരാമൻ. അതെങ്ങനെ ശരിയാവും? ആകപ്പാടെ അലമ്പായി. ഈ ബാലയിൽ ശ്രീരാമൻ മാറിയേ പറ്റൂ എന്നാവശ്യപ്പെട്ട് പ്രധാന നടന്മാർ മറ്റു രണ്ടുപേർ രംഗത്തെത്തി. ശ്രീരാമൻ മാറണം. എന്താ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ടെന്താ, ശ്രീരാമനാകാനാണോ ആൾക്കാർക്ക് ക്ഷാമം? ഇപ്പൊ നയിച്ചയാളും നേരത്തെ നയിച്ചയാളും മാറി നിൽക്കുന്നയാളും ഒക്കെയായി ആളുകൾ ഇഷ്ടം പോലെ മത്സരത്തിന് കിടക്കുകയല്ലേ. എന്നിട്ട് ആരാണ് അതിന് ഉത്തരമായി? ആരാണ്? ഞാൻ ശ്രീരാമനാ. അതിലും ഭേദം ഇതാ. അതല്ല, വേറെ ഉണ്ട്. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം എന്ത് കണ്ണിൽ കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിച്ച് നായകനാക്കാനാണോ ചെല്ലപ്പൻപിള്ള ഈ പണമെല്ലാം ചെലവഴിച്ച് നാടക കമ്പനിയെ ഇങ്ങനെ വിജയിപ്പിച്ചു കൊണ്ടുപോകുന്നത്? കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? മൊത്തത്തിൽ അലവലാദികളാണ്. നായകനെ ശ്രീരാമനെ തീരുമാനിക്കാൻ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവർക്കും ശ്രീരാമനാകണം എന്ന് പറഞ്ഞാൽ മുതലാളി എന്ത് ചെയ്യും? ഇപ്പൊ മുതലാളിക്ക് എന്ത് ചെയ്യണ്ടേ? അങ്ങനെ എല്ലാവരെയും ആക്കാൻ പറ്റൂല എന്ന് മൂപ്പര് കട്ടായം പറഞ്ഞു. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം. ഇതോടെ മറ്റുള്ള അഭിനയ പരിചയമുള്ള ആളുകൾ ഇടപെട്ടു. ഇങ്ങനെ പോയാൽ പറ്റില്ല, നാട്ടുകാരുടെ ഇഷ്ടം കൂടി നോക്കണം, എന്നിട്ട് നായകനെ തീരുമാനിക്കണം എന്ന് കൂട്ടത്തിലുള്ള മറ്റുള്ളവരുടെ സംഘങ്ങളിലെ ആളുകളും ഇടപെട്ടു. നാട്ടുകാർ പറയുന്നതും കൂട്ടി കേൾക്കണം എന്നൊക്കെ ചിലർ വാദിച്ചു. പിന്നെ വളരെ പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. എന്നിട്ടും അലമ്പൊടുങ്ങിയില്ല. രാവും പകലും തലസ്ഥാനത്ത് ചർച്ച. ഒടുക്കം ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തി. പിള്ളേർ പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. ഓരോരുത്തരോടും വിളിച്ച് രഹസ്യമായി ചോദിച്ച് പേരെഴുതിയെടുത്ത് വായിക്കാം എന്നായി. അപ്പൊ കൂടുതൽ പിന്തുണ കിട്ടുന്നയാളെ നായകനാക്കാലോ. അങ്ങനെ ആ പരിപാടി ആരംഭിച്ചു. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കൂലി? എന്റെ പേരുണ്ടാ? എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ഉറക്കെ വായിച്ചു, പേരുകൾ ഉറക്കെ വായിച്ചു. രഹസ്യമായി എഴുതിയത് നാട്ടുകാർ കേൾക്കെ തന്നെ വായിച്ചു. ചേട്ടൻ തന്നെ ഐശ്വര്യ ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. എഴുതി വെച്ചത് രഹസ്യമായി ഫോട്ടോ എടുത്ത് പത്രത്തിൽ വരെ അച്ചടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കടലാസിലും ഒരൊറ്റ പേര് മാത്രം, കീരിക്കാടൻ ചെല്ലപ്പൻപിള്ള. കീരിക്കാട്ട് ചെല്ലപ്പൻപിള്ള. എന്താ കീരിക്കാട്ട് ചെല്ലപ്പൻപിള്ള. അല്ല, ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. ഒടുക്കം പേപ്പർ എടുത്ത് നോക്കിയപ്പോഴാണ് ആ കാര്യം കണ്ടുപിടിച്ചത്. എഴുതേണ്ടവരെ സ്വാധീനിച്ച് ഒരൊറ്റ പേര് ആവർത്തിച്ചെഴുതിയിരിക്കുന്നു അത്രേ. എല്ലാ കോളത്തിലും ഒരേ ഒരാളുടെ പേര്. പണമിറക്കി ചാക്കിട്ട് പേടിപ്പിച്ച് എഴുതിച്ചതാണോ? സ്വയം ഒരുക്കിയ പറ്റിപ്പാണോ? എന്താണെന്നറിയില്ല. ബാക്കിയുള്ളവർ നോക്കുമ്പോൾ എല്ലാ കടലാസിലും എല്ലാ കോളത്തിലും ചെല്ലപ്പൻപിള്ള. മറ്റേ ഏർപ്പാട് ഇവിടെ ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇത്? ഇതെന്തായിരുന്നു? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ കളി അടിച്ച് കണ്ണിന് സിൽവർ നമ്മൾ ചേട്ടാ
ചേട്ടാ ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. അങ്ങനെ ചെല്ലപ്പൻ പിള്ളയ്ക്ക് നായകനാകാനുള്ള മോഹം നാട്ടുകാർ ആകെ അറിഞ്ഞു. ഇതായിരുന്നു ഉള്ളിലിരിപ്പെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചിലർ ചോദിച്ചു. ഇതും ഉള്ളിലിട്ട് വേറെ നായകരെ ഇറക്കി സീസൺ വിജയിപ്പിച്ചു കൊടുക്കും തട്ടിയെടുക്കും പോലെ ആയില്ലേ എന്ന് മറ്റു ചിലരും ചോദിച്ചു. നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ ശരിക്കും? നിങ്ങൾ ഇത് ആദ്യം പറയേണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തായാലും പുതിയ ബാലെ ഒരു കലക്ക് കലക്കും എന്ന കാര്യത്തിൽ മൂപ്പർക്ക് ഉറപ്പുണ്ട്. എന്റെ പുതിയ ബാലെ ഒരു കലക്ക് കലക്കും. ആ കലക്കും നാട്ടുകാർ എറിഞ്ഞു കലക്കും. ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മൊയിലാളിയുടെയും പേര് തമ്മി മാറ്റി വിളിച്ചോളി. കൂടെയുള്ളവർ പാര വെക്കുമോ എന്നത് മാത്രമാണ് ഇനിയുള്ള ആശങ്ക. കുറച്ചു പേരെയും കൂടി വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നായകനായാൽ ബാലെ പൊളിയുമോ എന്ന അഭിപ്രായം ചോദിക്കാൻ. സീനിയർ അഭിനേതാക്കളുടെ അഭിപ്രായം കൂടി കേട്ട് ഉടൻ അന്തിമ തീരുമാനം വരുമത്രേ. നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം.